ഹായ്, നിങ്ങളൊരു വാർത്ത അറിഞ്ഞോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ചേടാ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സംശയം തോന്നാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ. സംഗതി സത്യമാണ്. ഒക്ടോബർ മാസത്തിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫ് ഗവൺമെൻറ്റ്സിൻ്റെ സമ്മിറ്റ് അല്ലെങ്കിൽ അവരുടെ മീറ്റിംഗ് നടക്കാൻ പോവാണ് ഇസ്ലാമാബാദിൽ വെച്ചിട്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു റീജിയണൽ ഓർഗനൈസേഷൻ, ഒരു റീജിയണൽ പൊളിറ്റിക്കൽ എക്കണോമിക് അവർക്ക് തന്നെ ഡിഫൻസ് ഓർഗനൈസേഷനാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2001 ഫോം ചെയ്യുന്നത്. ശരിക്കും ഏതാണ്ട് 1996 മുതലേ ഉണ്ട് കേട്ടോ. അന്ന് അതിൻ്റെ പേര് ഷാങ്ഹായ് 5 എന്നായിരുന്നു. പിന്നെ 2001 ഈ SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേരിൽ ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഏതാണ്ട് യൂറേഷ്യൻ റീജിയണിലെ യൂറോപ്പ്, അവർക്ക് തന്നെ ഏഷ്യ കോണ്ടിനെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അതിലെ 60% കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നൊരു വലിയ റീജിയണൽ ഓർഗനൈസേഷനാണ്. ഏതാണ്ട് ലോക പോപ്പുലേഷൻ നോക്കുമ്പോൾ അതിൻ്റെ 40% അതിൽ കൂടുതലും കവർ ചെയ്യുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഓർഗനൈസേഷനാണ്. ലോക GDPയുടെ ഏതാണ്ട് 30% പരം സംഭാവന ചെയ്യുന്നൊരു വലിയ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മീറ്റിങ്ങിനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇത് കഴിഞ്ഞ വർഷം 2023 നമ്മുടെ രാജ്യത്ത് വെച്ചാണ് നടത്തിയത്. ആ സമയത്ത് നമ്മൾ ഈ പാകിസ്ഥാനെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിർച്വലിയാണ് അറ്റൻഡ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. വിർച്വലിയാണ് നമ്മൾ മീറ്റിംഗ് നടത്തിയത്, ഓൺലൈനായിട്ടാണ് മീറ്റിംഗ് നടത്തിയത്. അപ്പോൾ ഇപ്രാവശ്യം സാഹചര്യം എന്താകും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തെ കൂടി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറാനെ ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിലെ ആകെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യമായിട്ടുള്ള കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജീക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, റഷ്യ, ഈ ബെലാറസ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് സമ്മിറ്റ് നടക്കുന്ന 2023 ഇറാനെ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ബെലാറസ് വരുന്നത്. കൂടാതെ മംഗോളിയ അടക്കം അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങളും ഇതിനകത്തിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന സമ്മിറ്റിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറ്റപ്പെടും എന്നൊക്കെ വലിയ ഡിഫൻസ് രംഗത്തുള്ള വലിയ ആൾക്കാരുടെയൊക്കെ ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2019 ഓഗസ്റ്റ് മാസത്തിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഈ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞിട്ട് ഇത് ഈ ജമ്മു ആൻഡ് കാശ്മീർ 2 യൂണിയൻ ടെറിട്ടറി ആയി. ജമ്മു കാശ്മീറും അവർക്ക് തന്നെ ലഡാക്കും. അപ്പോൾ അതിനുശേഷം പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ടൈസിൽ ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസം എന്താണ് നടക്കാൻ പോകുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്